നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് നമ്മൾ ടീച്ചേഴ്സ് ഒരുപാട് എൻട്രികൾ നിത്യവും ചെയ്തു വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു എൻട്രിയാണ് ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും ഇത്തരത്തിൽ എൻറ്റേർഡ് ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്ന ഈ മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ പോർഷൻ ട്രാക്കറിനകത്ത് നോട്ടിഫിക്കേഷനായിട്ട് കാണുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയം നമ്മളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള നമ്മളുടെ പരിധിയിലുള്ള പല ആളുകളും പോർഷൻ ട്രാക്കറിൽ നിന്നും പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ടീച്ചർമാരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, പക്ഷെ അത് ടീച്ചർമാർ കൃത്യമായി ആ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ രൂപത്തിൽ പോർഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തി കഴിഞ്ഞാൽ ഒരാളെയും പുറത്ത് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ എൻറ്റേർഡ് ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്ന ഈ മെസ്സേജ് വരാതിരിക്കുന്നതിനും എല്ലാ ഗുണഭോക്താക്കളും പോർഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും വേണ്ടി ഇനി പറയും പ്രകാരം എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഇത്തരത്തിൽ എൻറ്റേർഡ് ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്ന ഈ റെഡ് മാർക്ക് ഒരു നോട്ടിഫിക്കേഷനായി വരുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാരണങ്ങൾ കൊണ്ടാവാം. അതായത് ഒരു പുതിയൊരു ഗുണഭോക്താവിനെ നമ്മളുടെ പോർഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്ന സമയം ആദ്യം നിങ്ങൾ ചോദിച്ചറിയേണ്ടത് ആ ഗുണഭോക്താവ് നിലവിൽ വേറെ ഏതെങ്കിലും സെൻറ്ററിൽ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ സെൻറ്ററിൽ ഇല്ല, പുതിയ ആളായിട്ടാണ് അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അവരുടെ ആധാർ കാർഡാണ് ആധികാരികമായി നമ്മൾ കൈപ്പറ്റേണ്ടത്. ആ ആധാർ കാർഡ് സ്വീകരിക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, ഇത് അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡാണ് എന്നുള്ളത് ഉറപ്പാക്കണം. അങ്ങനെ എന്തെങ്കിലും അവർ അപ്ഡേറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് അഡ്രസ്സിലെ മാറ്റമോ പേരിലെ ഇനീഷ്യലിലെ മാറ്റമോ ഡേറ്റ് ഓഫ് ബർത്തോ ഏതെങ്കിലും തരത്തിലൊരു മാറ്റങ്ങൾ അവർ അതിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പഴയ ആധാർ കാർഡാണ് അവർ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മാറ്റി പുതിയ ഈ ആധാർ ഡൗൺലോഡ് ചെയ്തെടുത്ത് കൊണ്ടുവരാൻ നിങ്ങൾ നിർദ്ദേശം കൊടുക്കണം. ഇത്തരത്തിൽ പുതിയ ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് സ്വയം തന്നെ ഗുണഭോക്താവിന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അതിൻ്റെ ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരാൻ പറയണം. ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡുകളൊക്കെ തന്നെ ഈ ആധാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ആധാർ കാർഡ് പ്രകാരം മാത്രമേ നമ്മൾക്ക് പോർഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അത് ആദ്യത്തെ സാഹചര്യം. എന്നാൽ രണ്ടാമത്തെ സാഹചര്യം മനസ്സിലാക്കുക, അവർ കൊണ്ടുവന്നത് അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് ആണ് എന്നിരിക്കട്ടെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഇവയൊക്കെയാണ്. നമ്മൾ ആ ഗുണഭോക്താവിൻ്റെ ആധാർ പ്രകാരമാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നത്. അതിലാദ്യം അവരുടെ പേര്, ആധാർ കാർഡിൽ എങ്ങനെയാണോ പേരുള്ളത് അതിൽ ഇനീഷ്യൽ എങ്ങനെയാണ്, സ്പേസ് ഉണ്ടോ, ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മാൾ ലെറ്റർ ആണോ, അത് ഇംഗ്ലീഷിൽ തന്നെയാണ് നിങ്ങൾ പോർഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ അടുത്ത കാര്യം നോക്കേണ്ടത് ആധാർ നമ്പറാണ്. ഈ ആധാർ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തുക, ഒരു ഡിജിറ്റ് പോലും തെറ്റുകൂടാതെ രേഖപ്പെടുത്തണം. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പല ആധാറുകളിലും, അതായത് കാലഹരണപ്പെട്ട 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ആധാറുകളിൽ ചിലവരുടെയൊക്കെ 1985, 1992 എന്നുള്ള ആ ഇയർ മാത്രമേ കാണുകയുള്ളൂ. അത്തരത്തിലുള്ള ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി രേഖപ്പെടുത്തിയാലും ഇത്തരത്തിൽ എൻറ്റേർഡ് ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്നായിരിക്കും ഓപ്ഷൻ കാണാൻ സാധിക്കുക. അപ്പോൾ അതിന് കൃത്യമായി ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ തീയതിയും മാസവും വർഷവും കാണാൻ സാധിക്കും. അതായത് ജനന തീയതിയും വർഷവും മാസവും കൃത്യമായി കാണാൻ സാധിക്കും. അതാണ് അവിടെ രേഖപ്പെടുത്തി വിടേണ്ടത്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ജെൻഡറാണ്. അതിൽ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് കാണും. കൃത്യമായി ആധാറിൽ എങ്ങനെയാണോ അവർ വാക്കാലെ പറയുന്നതെല്ലാം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ആധാർ പ്രകാരം കാണുന്ന അതേ ഡീറ്റെയിൽസ് ആയിരിക്കണം അവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇത്തരത്തിൽ കൃത്യമായി ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് പോർഷൻ ട്രാക്കറിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി അവിടെ സേവ് ആവും. ഒപ്പം തന്നെ ഈ ഡീറ്റെയിലും കാണില്ല. അടുത്തൊരു സാഹചര്യം വരുന്നത് 10 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ എൻറ്റേർഡ് ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്ന് കാണിക്കുന്നത്. അതായത് നമുക്കറിയാം, 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആധാർ കാർഡ് പുതുക്കണം എന്നുള്ള നിർദ്ദേശം നമുക്ക് വന്നിട്ടുണ്ട്. അത് എല്ലാവരും, അതായത് ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസനും ഇത് നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒന്നായി മാറിയിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കറിനകത്തും ഇത്തരത്തിൽ 10 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള ആധാർ കാർഡിലെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് വരണം. കൃത്യമായി നിങ്ങൾ ആ നിർദ്ദേശം കൂടി കൊടുക്കുക. അത് നമ്മുടെ സേവനം കൈപ്പറ്റുന്നതിന് വേണ്ടി മാത്രമാവില്ല, ഗുണഭോക്താക്കൾക്ക് ഇന്ത്യ രാജ്യത്തുള്ള സർക്കാരിന്റെ എല്ലാ സേവനങ്ങളും കൈപ്പറ്റുന്നതിന് അത് ഉപകരിക്കും. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഒരു പുതിയ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്കൊരു സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു പച്ച നിറത്തിലൊരു മെസ്സേജ് കാണും. അപ്പോൾ നമ്മൾ ടീച്ചർമാരുടെ ഒരു തെറ്റിദ്ധാരണ, സക്സസ്ഫുള്ളി കണ്ടു കഴിഞ്ഞാൽ ഈ ഗുണഭോക്താവ് അതിലേക്ക് വന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുക, ആ കാണുന്ന സക്സസ്ഫുൾ മെസ്സേജ് കാണുന്നത് നിങ്ങൾ എൻ്റർ ചെയ്ത കാര്യം സക്സസ്ഫുള്ളായി എന്നേ ഉള്ളൂ. ഗുണഭോക്താവ് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങൾ ബെനിഫിഷ്യറി ടാബ് ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്ത് പോയി അതിന് നേരെ കാണുന്ന 3 ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഒരു ക്ലൗഡ് ബട്ടൺ ഉണ്ടാവും, ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, ഒരു റീഫ്രഷ് ബട്ടൺ ഉണ്ടാവും. അവിടെ ഈ മേഘാവൃത്തത്തിലുള്ള ഈ ക്ലൗഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് സക്സസ്ഫുൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യണം. പല ടീച്ചർമാരുടെ പ്രശ്നമാണ്, ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ച് ന്യൂ രജിസ്ട്രേഷൻ ചെയ്തു, പക്ഷെ ഗുണഭോക്താവ് ബെനിഫിഷ്യറി ലിസ്റ്റിൽ വന്നിട്ടില്ല. ആ സാഹചര്യത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നേരെ പോയി നിങ്ങൾ ബെനിഫിഷ്യറി ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് ക്ലൗഡ് ബട്ടൺ ഇതുപോലെ കാണാൻ സാധിക്കും. ക്ലൗഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ്, അതായത് എൻറ്റേർഡ് ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്ന് റെഡ് മാർക്ക് ചെയ്തുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഗുണഭോക്താവ് പോഷൻ ട്രാക്കറിനകത്തേക്ക് വരില്ല. അപ്പോൾ ഈ വരുന്ന മെസ്സേജ് എൻറ്റേർഡ് ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള സെഷൻ ആയിരുന്നു ഞാൻ തൊട്ട് മുന്നേ ഈ വിവരിച്ചതെല്ലാം. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രീതി എല്ലാം ചെയ്ത് കൃത്യമായി ആധാർ പ്രകാരം അപ്ഡേറ്റ് ചെയ്ത ആധാർ ഉപയോഗപ്പെടുത്തി ഈ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആയിട്ട് ഒരു ഗുണഭോക്താവ് പോഷൻ ട്രാക്കറിനകത്തേക്ക് കയറി വരും. അത്തരം ഗുണഭോക്താക്കൾ സക്സസ്ഫുള്ളി കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ പോയി നോക്കുക. ആ ഭാഗത്ത് ഉറപ്പായിട്ടും അവരെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് അവിടെ കാണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നേരെ ബെനിഫിഷ്യറി ടാബിലോട്ട് വരിക. ആ ബെനിഫിഷ്യറി ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് 683 കുട്ടിയിലെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവസാനം ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്ത കുട്ടിയുടെ ഇപ്പോഴത്തെ പുരോഗമനം കാണാൻ സാധിക്കും. അവിടെ ശ്രദ്ധിക്കുക, ക്രിയേഷൻ ഓഫ് ബെനിഫിഷ്യറി അക്കൗണ്ട് ഈസ് ഇൻ പ്രോസസ്. അതായത് നിങ്ങളിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള പുതിയ രജിസ്ട്രേഷനിൽ ഈ കുട്ടി എല്ലാ വിവരങ്ങളും ഉടനെ തന്നെ അത് പോഷൻ ട്രാക്കറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നീട് നിങ്ങൾക്ക് എൻ്റർ ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്ന് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഇത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. ഇങ്ങനെ വന്നതിന് ശേഷം 1-2 മണിക്കൂറിനകം അല്ലെങ്കിൽ പരമാവധി 12 മണിക്കൂറിനകം ഇതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരും. അതിനൊന്ന് ലോഗൗട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മഞ്ഞ നിറത്തിലുള്ള ഈ ലൈന് മാറി സാധാരണ കാണുന്ന ഗുണഭോക്താക്കളെ പോലെ അവിടെ വെരിഫൈഡ് എന്ന് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇത് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ആധാർ ഓട്ടോമാറ്റിക് വെരിഫൈഡ് ആവും. പക്ഷേ മൊബൈൽ നമ്പർ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ഗുണഭോക്താവ് കയറി വന്ന സമയം വീണ്ടും മൊബൈൽ വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു പുതിയൊരു ഗുണഭോക്താവിനെ രേഖപ്പെടുത്തേണ്ടത്. ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്ന സമയം കൃത്യമായി നേരത്തെ പറഞ്ഞത് പ്രകാരം എല്ലാ ഭാഗങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ കാലപ്പഴക്കം ചെന്ന ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് വരാൻ പറയുക. അതേപോലെ തന്നെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കിട്ടിയ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതാണെങ്കിൽ അതിലെ 4 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ആധാറിലുള്ളതുപോലെ തന്നെ പേര് രേഖപ്പെടുത്തുക, അതിനുശേഷം ആധാർ നമ്പർ, അതിനുശേഷം ജെൻഡർ, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്. അത് ആധാറിലുള്ളത് പ്രകാരം തന്നെ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇപ്പം കുട്ടിയുടെ രജിസ്ട്രേഷനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുട്ടിയുടെ അമ്മയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിൽ ആ പ്രൊഫൈൽ പേജിൽ കൃത്യമായി ചോദിക്കണ്ടേ കുട്ടിയുടെ ആധാറാണോ അല്ലെങ്കിൽ അല്ല എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ ആധാർ ചോദിക്കും. അവിടെ ആ കോളത്തിലാണ് അമ്മയുടെ ആധാർ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത്. അമ്മയുടെ പേര് എഴുതുമ്പോഴും ആധാർ പ്രകാരം ചേർത്തണം. അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോഴും ആധാർ പ്രകാരം രേഖപ്പെടുത്തണം. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഹസ്ബൻഡിന്റെ ചോദിക്കേണ്ടത്, അതായത് അച്ഛൻ്റെ ചോദിക്കുന്നത്, ആ കുട്ടിയുടെ രേഖപ്പെടുത്തുമ്പോൾ അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ പേര് രേഖപ്പെടുത്തുക. അതിന് ആധാറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ടതില്ല. ആരുടെയാണോ ആധാർ ഉപയോഗിക്കുന്നത് ആ ആധാർ പ്രകാരമുള്ള 4 കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് വേണം മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണഭോക്താവും പോഷൻ ട്രാക്കറിൽ നിന്ന്
വിട്ടു നിൽക്കില്ല എന്നുള്ളത് 100% ഉറപ്പു തരികയാണ്. കൃത്യമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ടീച്ചേഴ്സിനോട് ആശംസിക്കുന്നു. താങ്ക്